ജോൺസൺ ആൻഡ് ജോൺസൺ ഉൽപ്പന്നങ്ങൾ അർബുദത്തിനും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന പരാതിയിൽ 52,699 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച ന്യൂജേഴ്സി ഫെഡറൽ കോടതി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന കോടതി വിധിയാണ് ന്യൂജേഴ്സി ഫെഡറൽ കോടതിയിൽ ഉണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികളിലൊന്നായ ജോൺസൺ ആൻഡ് ജോൺസണിന് വൻ സാമ്പത്തിക തിരിച്ചടിയാണ് ന്യൂജേഴ്സിയിലെ ഫെഡറൽ കോടതിയിൽ നിന്നും ഉണ്ടായത്. കമ്പനിയുടെ ബേബി പൗഡറും മറ്റ് ടാൽക്കം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും അർബുദത്തിന് കാരണമായെന്ന കേസുകളിൽ പരാതിക്കാർക്ക് 52,699 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ന്യൂജേഴ്സിയിലെ ഫെഡറൽ കോടതി ഉത്തരവിട്ടു. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് നിർണായക കോടതി വിധി. ജോൺസൺ ബേബി പൗഡറിന്റെ ഉപയോഗം ഗർഭാശയ അർബുദത്തിനും മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന പരാതിയുമായി രംഗത്തെത്തിയ 76,000-ലേറെ പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ജോൺസൺ ആൻഡ് ജോൺസണിന്റെ ടാൽക്കം പൗഡറുകളിൽ ആസ്ബെസ്റ്റോസ് കലർന്നിരുന്നുവെന്നും ദീർഘകാല ഉപയോഗം മെസോതെലിയോമ ഉൾപ്പെടെയുള്ള വിവിധ അർബുദങ്ങൾക്ക് കാരണമായെന്നുമാണ് പരാതികളിലെ പ്രധാന ആരോപണം. അതേസമയം നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടെങ്കിലും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആരോപണങ്ങൾ കമ്പനി നിഷേധിച്ചു. ആരോപണങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ജീവൻ രക്ഷാ മരുന്നുകളിലും മെഡിക്കൽ ഉപകരണങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ വൈസ് പ്രസിഡന്റ് എറിക് ഹാസ് വ്യക്തമാക്കി. ഇന്ത്യയിൽ നവജാത ശിശുക്കൾക്ക് വ്യാപകമായി ജോൺസൺ ആൻഡ് ജോൺസണിന്റെ ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.